സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈ CMRL എക്സാലോജി കേസുകൾ. ഇതിൽ വീണ ജോർജും ഈ കരിമണൽ കർത്തായുമൊക്കെ പാർട്ടി മെമ്പർമാരാണോ? പിന്നെ എന്തിനാണ് ഈ പാർട്ടി വിശദീകരണ യോഗം വിളിച്ച് ജനങ്ങളെ ഇതൊക്കെ അറിയിക്കുന്നത്? ഇവർ രണ്ടുപേരും പാർട്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ? ഇതൊന്ന് കേട്ടു നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാലോജിക് CMRL ഇടപാടിൽ CPM-ന് എന്താണ് കാര്യം? സേവനം കൊടുത്തത് CPM നേതാവാണോ? കിട്ടാത്ത സേവനത്തിന് പണം കൊടുത്തത് പാർട്ടിക്കാരനാണോ? അല്ല. പിന്നെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വിശദീകരണ യോഗം നടത്തുന്നത്? എന്താണ് CPM സംസ്ഥാന സെക്രട്ടറി ഞായറാഴ്ച വിശദീകരിക്കുക? അന്വേഷണ ഏജൻസി കൂടുതൽ റെയ്ഡുകൾ നടത്തുമ്പോൾ, അന്വേഷണ ഏജൻസി ഹവാല ഇടപാടുകളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് CPM പാർട്ടി പരിഭ്രമിക്കുന്നത്? കക്ഷിയല്ലാത്ത കേസിൽ പാർട്ടി ആരെയാണ് പേടിക്കുന്നത്? ഇന്നലെ ED വാർത്താക്കുറിപ്പിറക്കി നിമിഷങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു വാർത്ത കൂടി വന്നു. CPM വിശദീകരിക്കാൻ പോവുകയാണെന്ന്. കോഴിക്കോട് ഓഗസ്റ്റ് 23-ന് ഈ വരുന്ന ഞായറാഴ്ച പാർട്ടി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നു. ശരിക്കും എന്താണ് ആ യോഗത്തിൽ പാർട്ടി വിശദീകരിക്കുക? ടി വീണ പാർട്ടി അംഗമാണോ? കരിമണൽ കർത്ത പാർട്ടി അംഗമാണോ? എന്റെ അറിവിൽ ടി വീണ കോളേജ് കാലഘട്ടത്തിൽ പോലും SFIയുടെ ഭാഗമായിരുന്നില്ല. പിന്നെ എന്തിനാണ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ ന്യായീകരിക്കേണ്ട എന്ത് ഗതികേടാണ് CPM-നുള്ളത്? കോടിയേരി ബാലകൃഷ്ണന്റെ മകന് കിട്ടാത്ത പ്രിവിലേജ് എങ്ങനെയാണ് പിണറായി വിജയന്റെ മകൾക്ക് കിട്ടുക? അത് അനീതിയല്ലേ? അത് ഇരട്ടത്താപ്പല്ലേ? കേട്ടല്ലോ. ഇനി ഒരു പക്ഷേ ഇവർ വിശദീകരണ യോഗം വിളിക്കാനുള്ള കാരണം ഇതായിരിക്കും. ഒന്ന് കേട്ടു നോക്ക്. ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞത് വെറുതെയല്ല. കള്ളന്മാരെല്ലാം ഒരൊറ്റ കപ്പലിലുണ്ട് എന്ന് മാത്രം. കള്ളന്മാരുടെ കപ്പിത്താനായി കപ്പൽ തുഴയുകയാണ് PR ഏജൻസി മെനഞ്ഞെടുത്തുണ്ടാക്കിയ ക്യാപ്റ്റൻ.